ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1 മീറ്റർ ഉള്ള ക്ലോത്താണ് കേട്ടോ. ഇതൊരു ഇൻഡിഗോ സ്റ്റൈലുള്ള ഒരു ക്ലോത്താണ്. 1 മീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കാൻ അറിയില്ലെങ്കിലും എങ്ങനെ ഒരു ഷോർട്ട് കുർത്തി തയ്ച്ചെടുക്കാനാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്ത് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഈ നീളത്തിൽ വേണം മടക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഇതിൻ്റെ മുകളിൽ 2ആയിട്ട് മടക്കി വെക്കുക. നല്ല ഭാഗം വേണം മടക്കി വെക്കാനായിട്ട്, ഉൾഭാഗം വെക്കരുത്. അങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ഒന്ന് ഷേപ്പ് ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കുക. കൈ ഇപ്പോൾ വരയ്ക്കേണ്ട, കൈയുടെ അവിടെ പിറ്റ് മാത്രം വരച്ചാൽ മതി. അങ്ങനെ വരച്ചിട്ട് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എല്ലാം ഒന്ന് ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം പിറ്റ് ഇങ്ങനെ പിടിച്ച് വേണം കുത്തി ഹോളൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇങ്ങനെ പിടിച്ച് വേണം മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു കഴുത്ത്, ഒരു ഏകദേശം നമുക്ക് വേണ്ട ഡെപ്ത്ത് ഇതോടുകൂടി മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്തും അതുപോലെ അതിൻ്റെ ഇറക്കവും ഒക്കെ നോക്കി കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിനനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പ് നെക്കാണെന്ന് വെച്ചാൽ ആദ്യം ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക. ഈ 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വെച്ച് ഒരു സ്ക്വയർ വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു നെക്കും കൂടി വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നെക്ക് ഒഴിച്ച് ബാക്കി എല്ലാ സൈഡ്സിലും കൂടുതൽ തുണി വേണം. സ്റ്റിച്ചിങ് എൻഡ്സ് അല്ലെങ്കിൽ തയ്യൽ തുമ്പ് അത് വേണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് എല്ലായിടത്തും കൂട്ടി കൊടുക്കുക. പക്ഷേ ആംപിറ്റിൻ്റെ സൈഡ് മാത്രം ഇത്തിരി ഒരു 2 ഇഞ്ച് കൂടുതൽ കൊടുക്കുക. അങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ വരയിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേ ഇറക്കത്തിലാണ് കഴുത്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 തുണിയിലും നെക്ക് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്ലോത്ത് ഇതുപോലെ 2ആയിട്ട് മടക്കിയെടുക്കുക. അതിൽ മടക്ക് വീണ സ്ഥലം, അതായത് കട്ട് ചെയ്ത് പോയ സ്ഥലത്തല്ല, മടക്കുള്ള സ്ഥലത്ത് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. അവിടെയും ഇതുപോലെ തന്നെ നമുക്ക് പാകമുള്ളൊരു ടോപ്പ് വയ്ക്കുക. അതിൻ്റെ കറക്റ്റ് ഷേപ്പ് വരച്ചെടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വരയിലേക്കൂടെ നമ്മൾ കൈയും വെട്ടിയെടുക്കുക. നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ക്വയർ പീസും കൂടിയാണ് കേട്ടോ. ഈ തുണിയിൽ തന്നെ ആ സ്ക്വയർ പീസ് കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു വലിയ നമ്മുടെ ഒരു കഴുത്തിൻ്റെ വീതി നീളത്തിനേക്കാൾ കൂടുതൽ സൈസുള്ള ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ അതിൽ ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് ക്ലോത്ത് എടുക്കുന്നുണ്ട്. അതിലൊരു സ്ക്വയർ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുത്തിൽ അവിടെ വെച്ചിട്ട് കഴുത്തിൻ്റെ നല്ല സൈഡിൽ വേണം ഈ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ അടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ 2 ക്ലോത്തൊക്കെ ഒരുമിച്ച് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ പിന്ന് വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ കൂടുതൽ വരുന്ന ഉൾഭാഗത്തുള്ള ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ലൈനിങ് ബാക്കിലേക്ക് ഇടുക. അതൊന്ന് പതിച്ച് തേച്ച് കൊടുത്താൽ നല്ല ഈസി ആയിട്ട് അതിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. തേക്കാതെയും അടിക്കാം. എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ മറച്ചിട്ടൊന്ന് തേക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കഴുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കൈയുടെ അറ്റത്തെ ഭാഗം നമ്മളൊന്ന് മടക്കി 2ആയിട്ട് മടക്കി അടിക്കുന്നുണ്ട്. കൈയുടെ ചീത്ത സൈഡ് തിരിച്ചിട്ടിട്ട് അതിൽ കൂടെ വളച്ച് അടിക്കണം. ആദ്യം ഒരു സൈഡിലേക്ക് അടിക്കുക, അതിനുശേഷം അപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം എല്ലാം കൂടി പിടിച്ചിട്ട് ഒരേ സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിലേക്ക് അവസാനിപ്പിക്കുക. അപ്പോൾ 2 സ്റ്റിച്ച് ആവും. ഇതുപോലെ 2 കൈയും അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബോഡി ജോയിൻ ചെയ്തിട്ടൊന്ന് ഇട്ട് നോക്കണം. ബോഡി ജോയിൻ ചെയ്യുമ്പോൾ കെട്ടിടാതെ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അഴിക്കണമെങ്കിൽ ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഷേപ്പ് കറക്റ്റ് അല്ലെങ്കിൽ അത് അഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ ചെയ്ത് നമ്മളൊന്ന് ഇട്ട് നോക്കുക. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ആയിരുന്നു. ഒത്തിരി കൂടെ ഒന്ന് ഷേപ്പ് ആവാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ വരച്ചതിന് ശേഷം
അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം രണ്ടായിട്ട് മടക്കി അടിച്ചെടുക്കണം. അങ്ങനെ അടിഭാഗം അടിച്ചെടുക്കുന്നുണ്ട്. അതിനിടയിൽ ഞാനൊരു ലേസ് നെക്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഹാൻഡൊക്കെ അറ്റാച്ച് ചെയ്യണതിന് മുന്നേ തന്നെ ആ ലേസ് അറ്റാച്ച് ചെയ്യണം. ഞാനിപ്പോൾ നെക്ക് കഴിഞ്ഞ് അപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യണമെങ്കിൽ മുന്നേ ചെയ്താലും മതി. ഒരു സ്ക്വയർ ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വി ഷേപ്പിലാണ് വേണമെങ്കിൽ വി ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് അതിൽ കൂടെ അടിച്ചെടുക്കാം. ഞാൻ ഈ ഒരു സ്ക്വയർ ഷേപ്പാണ് അടിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു ലേസും അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടോപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൽ വേണമെങ്കിൽ കുറച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പിലുള്ള മിററാണ്. അതിൻ്റെ 3 സൈഡും ഇതുപോലെ തുന്നി കൊടുത്തതിന് ശേഷം കൂടുതൽ വൈൻഡ് ത്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സിൽവർ കളറിലുള്ള ഈ ഒരു സീക്വൻസ് ആണ്. അത് 2 കെട്ട് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പല സൈഡിലായിട്ട് മിറേഴ്സും അതുപോലെ ഈ സീക്വൻസുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടോപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫൈനൽ എങ്ങനെ ഇരിക്കുന്ന ഒരു ടോപ്പ് എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സ്റ്റിച്ചിങ് ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും എളുപ്പമല്ല. എന്നാലും ഈ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് യൂസ് ചെയ്യാത്ത ഏതെങ്കിലും തുണികളുണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.